ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാർഗി പറയും, ഈ പൂജ ഇവർ നടത്തിയാൽ പ്രഭാവതി അമ്മയ്ക്ക് ദോഷമുണ്ടാവും എന്നാണ് ഗുരുജി പറഞ്ഞത്. അപ്പോൾ പ്രഭാവതി അമ്മ പറയും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അത് സാരമില്ല. ഈ പൂജ വിശാലും പാർവതിയും തന്നെ നടത്തണം. ഇത് ഇവരുടെ ഐശ്വര്യത്തിനും ആയുർബലത്തിനും വേണ്ടി ഞാൻ നേർന്ന പൂജയല്ലേ. വിപിനും പല്ലവിക്കും വേണ്ടി നമുക്ക് വേറൊരു ദിവസം പൂജ നടത്താം. അപ്പോൾ പാർവതി വിശാലിനോട് പറയും, ഗുരുജിയുടെ വാക്കുകൾ നിഷേധിക്കുന്നത് ശരിയല്ല വിശാൽ സാറേ. നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മ ഇത് പറയുന്നത് എന്ന് കരുതി അമ്മയുടെ ജീവൻ വെച്ച് ഒരു പരീക്ഷണം വേണോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, ഈ പൂജ വിപിനും പല്ലവിയും കൂടെ ചെയ്യുന്നതാണ് നല്ലതെന്ന്. ഇപ്പോൾ ഗുരുജിയും അതുതന്നെയല്ലേ പറഞ്ഞത്. അപ്പോൾ പ്രഭാവതി പറയും, എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ പാർവതി പറയും, പ്രഭാവതി അമ്മയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. മാത്രമല്ല ഗുരുജിയുടെ വാക്ക് നിഷേധിക്കാനും എനിക്ക് പറ്റില്ല. അപ്പൊ വിശാൽ പറയും, ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അപ്പൊ ഗാർഗി പറയും, എങ്കിൽ ഗുരുജിയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഗുരുജി തന്നെ അമ്മയോട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും, ഗുരുജി വന്നാൽ എല്ലാം പൊളിയും. ഞാൻ വിശാലിനോട് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയും. അതുകൊണ്ട് തൽക്കാലം ഇത് സമ്പാദിച്ചു കൊടുക്കാം. അതാണ് ബുദ്ധി. അപ്പോൾ വിശാല് പ്രഭാവതി അമ്മയോട് ചോദിക്കും, എന്നാൽ ഗുരുജിയെ വിളിച്ച് വരുത്തട്ടെ അമ്മേ. അപ്പൊ പ്രഭാവതി പറയും, അത് വേണ്ട മോനെ. എന്തിനാ നമ്മൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. വിപിനും പല്ലവിയും ചേർന്ന് ഈ പൂജ നടത്തട്ടെ. എന്നാൽ ഗാർഗി പോയിട്ട് വിപിനെയും പല്ലവിയും വിളിച്ചിട്ട് വന്ന് പാർവതി പറയാണ് കേട്ടോ. എന്നിട്ട് പാർവതി മനസ്സിൽ പറയും, പ്രഭാവതി അമ്മേ, നിങ്ങൾ 8 അടി പാഞ്ഞാൽ ഞാൻ 16 അടി പായും. അതേസമയം വിപിൻ പോയിട്ട് പല്ലവിയോട് പറയും, അവിടെ ചേട്ടനും ചേച്ചിയും അമ്മയുടെ കൂടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പൂജ നടത്താൻ തയ്യാറായി ഇരിക്കുകയാണ്. നീ അങ്ങോട്ട് വാ. അപ്പോൾ പല്ലവി പറയും, ഞാൻ വരില്ല വിപിൻ സാറേ. അപ്പോൾ വിപിൻ പറയും, വലിയ ഭാഗ്യത്തെയാണ് നീ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. എന്ത് ഭാഗ്യം? എടോ, ഈ പൂജ ചെയ്താൽ നമുക്ക് 2 കോടിയും നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു ഭാവിയും ഉണ്ടാവും. അതിനൊക്കെ വേണ്ടിയാണ് താഴെ പൂജ നടത്തുന്നത്. താൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാതെ എൻ്റെ കൂടെ വാ. ഈ പൂജയിൽ പങ്കെടുത്താൽ നമുക്ക് കുഞ്ഞും കോടിയും കിട്ടും അല്ലേ? എങ്കിൽ ഞാൻ വരാം. അതേസമയം പ്രതാപൻ സുകുമാരനെ വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ. ഫോൺ കോൾ കാണുമ്പോൾ സുകുമാരൻ വിചാരിക്കും, ഇത് പരിചയമില്ലാത്തൊരു നമ്പറാണല്ലോ, ആരായിരിക്കും? എന്തായാലും ഒന്ന് എടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ പ്രതാപൻ സൗണ്ട് മാറ്റിയിട്ട് പറയും, കൺഗ്രാജുലേഷൻ സാർ, നിങ്ങൾക്ക് ഒരു സമ്മാനം ലഭിച്ചിട്ടുണ്ട്. സമ്മാനോ? അതെ സാർ, സമ്മാനം തന്നെ. താങ്കൾ അത് നേരിട്ട് വന്ന് സ്വീകരിക്കണം. എപ്പോൾ വരണം? ഉടനെ തന്നെ വരണം. ഉടനെ ഒന്നും നടക്കില്ല, എനിക്ക് വേറെ ജോലിയുള്ളതാണ്. എന്താ സമ്മാനം? അതെ, ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ്. എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. എങ്കിലേ എനിക്ക് ആ ഗിഫ്റ്റ് വേണ്ട. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇത് നിങ്ങൾ കരുതുന്നത് പോലെ നിസാര സമ്മാനമൊന്നുമല്ല. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനമാണ്. ഭാഗ്യം പടികേറി വരുമ്പോൾ അതിനിങ്ങനെ പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞാൽ മതി. അപ്പോൾ സുകുമാരൻ പറയും, ഇങ്ങോട്ടൊന്നും വരണ്ട, ഞാൻ അവിടേക്ക് വന്നോളാം. എവിടെയാ വരേണ്ടത്? ഞാൻ പറഞ്ഞു തരാൻ സാറേ എന്ന് പറഞ്ഞിട്ട് വരേണ്ട സ്ഥലം പ്രതാപം പറഞ്ഞു കൊടുക്കാണ്. അതേസമയം വിപിനും പല്ലവിയും കൂടെ പൂജ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി പ്രഭാവതിയോട് ചോദിക്കും, ഇനി ഈ പൂജ കഴിയുന്നവരെ ഞങ്ങളിവിടെ നിൽക്കണമെന്നുണ്ടോ അമ്മേ? അപ്പോൾ തിരുമേനി പറയും, അത് വേണമെന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകാം. അപ്പോൾ പാർവതി പറയും, പോണം, ഉടനെ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തെത്തണം. അപ്പോൾ വിശാൽ പറയും, എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ പാർവതി എന്നെ പുറത്തേക്ക് പോകാൻ നിർബന്ധിക്കുകയാണ്. എവിടേക്കാണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. ഇപ്പോൾ എനിക്കും ക്യൂരിയോസിറ്റിയാണ്. ഞങ്ങൾ പോയിട്ട് വരാം അമ്മേ. ഇത് കേൾക്കുമ്പോൾ സുശീല ചോദിക്കും, അതെന്ത് സർപ്രൈസാ പാർവതി? അപ്പോൾ വിശാൽ പറയും, എന്നോട് പറയാത്ത സർപ്രൈസ് അല്ലേ ഇവളിപ്പോൾ ആൻറ്റിയോട് പറയാൻ പോകുന്നത്. പാർവതി പറയുന്നത് കേട്ടിട്ട് ഒരു നല്ല കാര്യത്തിനാണ് പാർവതി എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ പാർവതി? അപ്പോൾ പാർവതി പറയും, അതെ സാറേ, നല്ലൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ സാറിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ വിശാൽ പറയും, അമ്മ ഞങ്ങൾക്ക് ശകുനം വരണം. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി ചോദിക്കും, എന്തിനാ ഞാനിപ്പോൾ ശകുനം വരുന്നത്? അപ്പോൾ വിശാൽ പറയും, ഞങ്ങളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. ഒരു മംഗളകാര്യത്തിന് പോകുമ്പോൾ പതിവായിട്ട് അമ്മയല്ലേ ശകുനം വരുന്നത്. അതല്ലേ ഐശ്വര്യം. അതുകൊണ്ട് ഇപ്പോഴും അമ്മ തന്നെ ശകുനം വരണം. ഈ പൂജയ്ക്കിടയിൽ അത് വേണം മോനെ? വേണം. ശരി, ഞാൻ വരാം. പിന്നെ കാണിക്കുന്നത് വിശാൽ പാർവതിയോട് ചോദിക്കും, നമ്മൾ എങ്ങോട്ടേ പോകുന്നത്? അതെ, ഒരു വലിയ സർപ്രൈസ് ആണ് സാറേ. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് അവിടെ എത്തുമ്പോൾ അറിയാലോ. അതുവരെ സാറൊന്ന് ക്ഷമിക്കേ. ശരി, എന്നാ എന്തിനാ നമ്മൾ പോകുന്നത്? അതും അവിടെ എത്തിയിട്ട് പറയാം. എങ്കിൽ ശരി, എന്തിനാണെന്ന് പറയണ്ട, അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ.
എവിടേക്കാണെന്ന് അറിയാതെ ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യും? സാറ് കയറിക്കോ, വഴി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കാറിൽ കയറി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ പാർവതി പറയും, ഞാനൊന്ന് അയാളെ വിളിച്ചിട്ട് വരുന്ന കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പാർവതി ഫോൺ എടുത്ത് സുകുമാരനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ സുകുമാരൻ പറയും, അയ്യോ മാഡം, ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പുറത്തു വന്നിരിക്കുകയാണ്, എത്താൻ കുറച്ച് കഴിയും. എപ്പോൾ തിരികെ വരും? ഒരു അരമണിക്കൂർ എടുക്കും. അതുവരെ നിങ്ങൾ വീട്ടിൽ വെയിറ്റ് ചെയ്തോ. ശരിയെന്ന് പറഞ്ഞിട്ട് പാർവതി ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് വിശാലിനോട് പറയും, അയാൾ പുറത്തു പോയിരിക്കുകയാണ് സാറേ, നമ്മളോട് അയാളുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിശാൽ പറയും, ഇനിയെങ്കിലും തനിക്ക് പറഞ്ഞുകൂടെ, ആരാ കക്ഷി, കുറച്ചു നേരം കൂടെ ഒന്ന് ക്ഷമിക്കൂ സാറേ. അപ്പോഴാണ് റോഡരികിൽ ഒരു പെൺകുട്ടി പാവ വിൽക്കുന്നത് വിശാൽ കാണുന്നത്. അത് കാണുമ്പോൾ വിശാൽ പാർവതിയോട് പറയും, അതിലൊരു പാവ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാർവതി, നമുക്കൊന്ന് അത് വാങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് വിശാലും പാർവതിയും കൂടെ പാവ വാങ്ങാൻ ആ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വിശാൽ ആ പാവ എടുത്തിട്ട് ചോദിക്കും, ഈ പാവയ്ക്ക് എന്താ വില? അപ്പോൾ ആ കുട്ടി പറയും, എനിക്കറിയില്ല സാറേ, വിലയൊക്കെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ, അമ്മ എപ്പോൾ വരും, അതുവരെ ഒന്ന് കാത്തു നിൽക്കാൻ പറ്റുമോ? അപ്പോൾ വിശാല ഒരു 2000 രൂപ എടുത്തു കൊടുത്തിട്ട് ആ പെൺകുട്ടിയോട് പറയും, ഇതെടുത്തിട്ട് ഈ പാവ മോൾ എനിക്ക് തരുമോ? എന്തായാലും ഇതിന് 2000 രൂപയൊന്നും വരില്ല. അപ്പോൾ ആ കുട്ടി പറയും, അത് പറ്റില്ല സാറേ. അതെന്താ മോളെ? ആരുടെയും കയ്യിൽ നിന്ന് ആവശ്യത്തിലധികം പണം വാങ്ങരുത് എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അമ്മ എപ്പോൾ വരും? അമ്മയുടെ കയ്യിൽ നിന്ന് ഈ പാവ വാങ്ങിയാൽ അമ്മയ്ക്കത് വലിയ സന്തോഷമാവും. എന്നാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിശാലും പാർവതിയും കൂടെ അവിടെ മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സുകുമാരൻ അവിടേക്ക് വരുന്നത്. സുകുമാരനും പാവ വാങ്ങാൻ വേണ്ടി വന്നതാണ്. കുറച്ച് പാവ കടയിലേക്ക് കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാശും കൊടുത്ത് സുകുമാരൻ അവിടെ നിന്ന് പോവുകയാണ്. സുകുമാരൻ വന്നത് പാർവതി കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ വിശാൽ പോയിട്ട് ആ കുട്ടിയുടെ അമ്മയ്ക്ക് ആ പാവയുടെ വിലയും കൊടുത്ത് ആ പാവയും വാങ്ങി അവിടുന്ന് പോവുകയാണ്. കാറിലിരുന്ന് വിശാൽ പാർവതിയോട് പറയും, ഞങ്ങൾ 3 പേരെയും പ്രഭാവതി അമ്മ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നോക്കിയിരുന്നത്. ഒരുപക്ഷെ അവർ 2 പേരെക്കാളും കൂടുതൽ അമ്മ ശ്രദ്ധിച്ചത് എന്നെയാണ് എന്ന് വേണമെങ്കിലും പറയാം. ശരിക്കും പറഞ്ഞാൽ ഗായത്രി അമ്മ ഇല്ലാത്തതിൻ്റെ കുറവ് അറിയാതെയാണ് പ്രഭാവതി അമ്മ എന്നെ വളർത്തിയത്. ആ അമ്മയ്ക്ക് എന്ത് സമ്മാനം കൊടുത്താലും മതിയാവില്ല. ഈ പാവ കണ്ടപ്പോൾ ഇത് അമ്മയ്ക്ക് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ കേൾക്കുമ്പോൾ പാർവതി മനസ്സിൽ പറയും, പാവം വിശാൽ സാറ് ഉള്ളറിഞ്ഞ് എത്രമാത്രമാണ് പ്രഭാവതി അമ്മയെ സ്നേഹിക്കുന്നത്. പക്ഷേ അവർ കാണിക്കുന്നത് മുഴുവൻ കപട സ്നേഹമാണെന്ന് സാർ അറിയുന്നില്ലല്ലോ. പ്രഭാവതി അമ്മ സ്നേഹിച്ച് വഞ്ചിക്കുകയായിരുന്നു എന്ന് സാർ അറിയുമ്പോൾ സാർ അത് എങ്ങനെ സഹിക്കും? അപ്പോഴാണ് ഒരു വണ്ടി നിയന്ത്രണം വിട്ട് അവരുടെ നേർക്ക് വരുന്നത്. വിശാൽ പെട്ടെന്ന് കാർ വെട്ടിച്ചതും പാർവതിയുടെ കയ്യിൽ നിന്നും ആ പാവ തെറിച്ച് പുറത്തേക്ക് വീഴാണ്. വിശാൽ വണ്ടി നിർത്തിപ്പോയി നോക്കുമ്പോൾ ആ പാവ പൊട്ടിപ്പോയിട്ടുണ്ടാവും കേട്ടോ. അത് കാണുമ്പോൾ വിശാലിന് വലിയ സങ്കടമാവാണ്. അപ്പോൾ വിശാൽ പറയും, എത്രമാത്രം ആഗ്രഹിച്ചാണ് ഞാൻ ഈ പാവ വാങ്ങിയത്. അമ്മയ്ക്ക് സമ്മാനം കൊടുക്കാമെന്ന് കരുതി വാങ്ങിയ പാവ ഈ ഗതിയിലായി പോയല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന വിശാലിനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാലും മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.